പക്ഷെ കേരളത്തിൽ ഒരു മുസ്ലിം ഭരണമല്ല നടക്കുന്നത് എന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം വി ഡി സതീശന് ഉണ്ടോ എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം സംഘപരിവാറിൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന, കാവ്യവൽക്കരണം എന്ന് തോന്നിപ്പിക്കുന്ന, പ്രതിപക്ഷം ആരോപിക്കുന്ന പല സംഗതികളും നടപ്പിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് PM ശ്രീ പദ്ധതി. അതിനിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നാണ് അസന്നിഗ്ധമായിട്ട് ഇപ്പം ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഭരണത്തിൽ നടക്കുന്നത് മുസ്ലിം ഭരണമല്ല എന്ന് വി ഡി സതീശന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്, പല ഘടകങ്ങളുള്ളതുകൊണ്ട്. അതിന് യഥാർത്ഥത്തിൽ ലീഗും സമസ്തയൊക്കെ കണ്ണുപൂട്ടി കൊടുക്കുന്നു. കാരണം ഈ സംസ്ഥാനത്ത് നടക്കുന്നത് മുസ്ലിം ഭരണമല്ല. LDFിൻ്റെ പ്രചരണം എന്തായിരുന്നു? UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്, ലീഗിൻ്റെ വിളയാട്ടമായിരിക്കും എന്നൊക്കെ പറയുന്ന പച്ച വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അല്ലെങ്കിൽ UDFിനെ നേരിട്ടത്. അപ്പോൾ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും വി ഡി സതീശനില്ലേ? തീർച്ചയായിട്ടും ആ ബാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണോ കേരളത്തിലെ സർവകലാശാലകളിൽ മുഴുവനും കേരളത്തിലെ RSSകാരനായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റി, വൈസ് ചാൻസലർ അടക്കം, അതുപോലെ തന്നെ സെനറ്റ് മെമ്പേഴ്സ് ഒക്കെ തീരുമാനിക്കുന്ന ഗവർണറാണ്. സതീശനായാലും ഇടപെടില്ല, ഗവർണർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു. അങ്ങനെ ഗവർണർക്ക് ഇഷ്ടമുള്ള ഭരണം എല്ലാ സ്ഥലത്തും നടക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലാത്ത അല്ലെങ്കിൽ അർഹതയില്ലാത്ത കാര്യം പോലും അദ്ദേഹം ചെയ്തു. വകുപ്പ് മേധാവികളുടെ മീറ്റിംഗ് വരെ അദ്ദേഹം വിളിച്ചു കൂട്ടി. അതൊക്കെ ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മുഖ്യമന്ത്രിയാണെന്ന്, പക്ഷേ ഗവർണർക്കറിയാം ഗവർണറാണ്. അങ്ങനെ ഗവർണറൊക്കെ ചെയ്തിട്ടിരിക്കും. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഇല്ല. ഒരു മിനിറ്റ് പക്ഷേ. ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. ടോക്ക് എടുത്തോ. ഓക്കെ എന്തെങ്കിലും തിരക്കാണോ ചോദിച്ചു. ഓക്കെ, ഒരു മിനിറ്റ്. പറഞ്ഞാൽ മനെ. അപ്പം മുസ്ലിം ലീഗിൻ്റെ ഭരണമല്ല, വേണമെങ്കിൽ പറയാം സംഘപരിവാറിൻ്റെ ഭരണമാണ് എന്ന്. അതിന് സഹായകരമായ ഒരു നിലപാടാണോ PM ശ്രീയിൽ എടുക്കാൻ പോകുന്നത്? PM ശ്രീയെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത, അല്ലെങ്കിൽ PM ശ്രീയിൽ പിണറായി വിജയൻ്റെ സർക്കാർ ഒപ്പുവെച്ചതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. സതീശൻ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കണ്ട് പിണറായി വിജയൻ PM ശ്രീയിൽ ഒപ്പുവെച്ചു. ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനാണ് അറിഞ്ഞിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ അത് ചെയ്ത്? അദ്ദേഹത്തിൻ്റെയും മകളുടെയും ഒക്കെ തല കേന്ദ്രത്തിൻ്റെ കക്ഷത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള ഒരു BJP CPM ഡീലാണ് അത് എന്നാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. അതേ PM ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കും, ഇത് കോൺഗ്രസും അതേപോലെ തന്നെ BJPയും തമ്മിലുള്ള ഡീലാണോ എന്ന്. മുസ്ലിം ലീഗ് കാഴ്ചക്കാരായിട്ട് അവിടെ അപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ, അത് നമ്മുടെ ഷാജിയാണ് പറഞ്ഞത്, PM ശ്രീ എടുത്ത് ഞങ്ങൾ അറബിക്കടലിൽ കളയും എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ട്രോളായി മാറി. അത് പോട്ടെ, ആ വിഷയം വിട്ടുകളി. എന്തിനാണ് PM ശ്രീയെ എതിർക്കുന്നത്? അതാണുള്ള BJP ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങളെന്തിനാണ് PM ശ്രീ എതിർക്കുന്നത്? PM ശ്രീ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും മികച്ച സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ്. ആ മികച്ച സ്കൂളുകൾ ഓരോ ബ്ലോക്കിലും സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുത്ത് കൊടുക്കാം. അവിടുത്തെ സിലബസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കപ്പെട്ടിരുന്നത്, ആ സിലബസ് പക്ഷേ PM ശ്രീയുടെ സിലബസ് മിക്കവാറും കേന്ദ്രം തന്നെയാണ് തീരുമാനിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നു അത് ഓരോ സംസ്ഥാനത്തിനും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിശ്ചയിക്കാമെന്ന്. പിന്നെ തർക്കത്തിന് കാര്യമില്ല. കേരളത്തിലെ ആളുകൾക്ക് കേരളത്തിലെ സിലബസ് നിശ്ചയിക്കാനായിട്ട് കഴിയുമെങ്കിൽ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. അതെന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അതിനകത്ത് വ്യക്തതയില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളിൻ്റെ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പതിക്കണം. അതേപോലെ തന്നെ അത് PM ശ്രീ, അത് നരേന്ദ്രമോദിയുടെ പടം വെക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ടല്ല, അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പദ്ധതി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പേര് PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ആ പടമൊക്കെ വെച്ചിട്ടാണ് അത്. കുറേ കഴിയുമ്പോൾ ആ സ്കൂളുകൾ എന്ന് പറഞ്ഞതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്കൂളായി മാറും. അതിലൊരു തർക്കവുമില്ല.
ഈ തർക്കത്തിൻ്റെ പേരിലാണ് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. അതിൽ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതോടുകൂടി അവർ ആ പദ്ധതി നടപ്പിലാക്കി. തമിഴ്നാട്ടിൽ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് പറയാനായിട്ട് വയ്യ. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. മറ്റതെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാചകങ്ങൾ മാത്രമായിട്ട് എന്ത് ചെയ്യും, ചുരുക്കപ്പെടും. അതിനപ്പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അതേപോലെ സമസ്ത മുഴുവൻ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സതീശനൊപ്പം തന്നെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ PM3യിൽ ഒപ്പുവെച്ച സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM വല്ലാത്ത തരത്തിൽ എന്ത് ചെയ്തു, കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം ഇത് സവർക്കറേയും മറ്റും പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ്. അവർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള RSS നിശ്ചയിക്കുന്ന തരത്തിലുള്ള സിലബസ് രൂപീകരണത്തിനുള്ള പരിപാടിയാണ്. ഇത് കാവ്യവൽക്കരണത്തിൻ്റെ തുടക്കമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ് ആണ് അത് എതിർക്കപ്പെടുന്നത്. CP ആണ് അതിൻ്റെ ശക്തമായിട്ടുള്ള സമരപോരാളിയായിട്ട് മുന്നോട്ട് വന്നത്. അത് കഴിഞ്ഞു. ഇവർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും കരുതിയ PM3 പദ്ധതി ഉപേക്ഷിക്കപ്പെടുമെന്ന്. അപ്പം സതീശൻ പറഞ്ഞ വളരെ തെറ്റായതും അല്ലെങ്കിൽ നുണ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഇവരൊപ്പിട്ടു, അവർ പണം വാങ്ങി. അവരൊപ്പിട്ടു എന്നുള്ളത് ശരിയാണ്, അവർ പക്ഷേ പണം വാങ്ങിയിരുന്നില്ല. അത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്തു, വെളിവാക്കപ്പെട്ടു. സതീശന് ഞാൻ അതിനകത്ത് സംസാരിക്കാനൊന്നുമില്ല. സതീശൻ്റെ ആ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം ഒരിക്കലും അത്തരത്തിൽ നുണ പറഞ്ഞുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടത്. വ്യക്തമായിട്ടുള്ള വസ്തുനിഷ്ഠ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ ആ കാര്യത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അല്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ യുക്തിയും അദ്ദേഹത്തിൻ്റെ അതിനകത്തുള്ള സാന്നിധ്യമൊക്കെ അസ്തമിച്ചു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവർക്ക് ഇത് നടപ്പാക്കുക, എന്തിനാണ് നടപ്പാക്കണം? ഇത് നടപ്പാക്കിയാൽ മാത്രമാണ് പണം കിട്ടുക. അതാണ് പ്രശ്നം. നടപ്പാക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ആവശ്യമുണ്ട് നടപ്പാക്കാം, വളരെ കൃത്യമാണ് മാഷേ. പക്ഷെ ഇവിടെ ഒരു കാപട്യം നമ്മൾ കൃത്യമായിട്ടും തുറന്നു കാണിക്കേണ്ടതുണ്ട് മാഷേ. ഇവരെപ്പോഴാണ് ഈ സംഘവിരുദ്ധരായിട്ട് മാറിയത്? LDF ഇവരിപ്പം ഞങ്ങൾ വലിയ സംഘവിരുദ്ധ പോരാളികളാണെന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവരുടെ കാലത്ത് തന്നെയാണ് PM3 ഒപ്പിട്ടത്. ശ്രീ എമ്മിനെ അടച്ചിട്ട മുറിയിൽ ആരും കാണാതെ പോയിട്ട് കൂടിക്കാഴ്ച നടത്തിയതും പിണറായി വിജയനായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം സംഘ അനുകൂലമായിട്ടുള്ള രഹസ്യ ചർച്ചകളും ബന്ധങ്ങളും ബാന്ധവങ്ങളൊക്കെ LDFന് ഉണ്ടായിരുന്നു, CPMന് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ വിഷയത്തിൽ ഇപ്പം ചോദ്യം ചെയ്യുമ്പോൾ ഈ സംഗതി തീർച്ചയായിട്ടും അവരുടെ ഒരു കാപട്യം ഇവിടെ തുറന്നു കാണിക്കില്ല പക്ഷേ. അല്ല, CPM അങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഈ സാധനം വെച്ചിട്ടല്ല. CPM അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വീഴ്ചകളും പാളിച്ചകളുമായിട്ടാണ് അത് ചിത്രീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കിതിൽ വർത്തമാനം പറയാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവർ വർത്തമാനം പറയാതിരിക്കുകയും ചെയ്യട്ടെ. ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള വിഷയമാണ്. പൊതുസമൂഹം ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇന്നലെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക, എന്നിട്ട് ഭരണകക്ഷിയായിരിക്കുന്ന സമയത്ത് അതൊക്കെ വിഴുങ്ങുക. അതിന് പകരം അവർ ചെയ്തിരുന്ന പ്രവൃത്തി, ആര് CPM ചെയ്തിരുന്ന അതേ പ്രവൃത്തി നിങ്ങൾ തുടരുന്നതിൽ എന്താണ് കഥ എന്നാണ് പൊതുസമൂഹം ഇവരോട് ചോദിക്കുന്നത്. ഒരു മര്യാദ വേണ്ട കാര്യങ്ങൾക്കൊക്കെ. ഇവരാരാണ് ഇവരൊക്കെ? CPMകാരായി കഴിഞ്ഞാലും ഈ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാൽ ഇവനൊക്കെ ആരുടെ ചെലവിലാണ് ഇവനൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കും. നാട്ടുകാരുടെ പണം കൊണ്ടാണല്ലോ അല്ലേ ഇവർ മന്ത്രിയായി നടക്കുന്നതും കാറിൽ നടക്കുന്നതും. CPM മുതൽ മുസ്ലിം ലീഗ്, പിന്നെ കോൺഗ്രസ് തുടങ്ങിയ എല്ലാ ആളുകളെയും, CPI സർവ്വ ആളുകളെയും നമുക്ക് അതിനകത്ത് പെടുത്താൻ. ഇവനൊക്കെ നാട്ടുകാരുടെ പണത്തിൻ്റെ പുറത്ത് അവനൊക്കെ ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, തോന്നിവാസം കാണിക്കുക. അതാണ് പൊതുവെ നമ്മളുടെ മുന്നിൽ ഉയർന്നു വരുന്ന വിഷയം. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനായ കഴിയുന്നത് സമൂഹത്തിന് മാത്രമാണ്. അല്ലാണ്ട് ഇവരതിനകത്ത് ഒപ്പുവെക്കുകയും തുടരുകയും ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ CPMന് എന്ത് കാര്യം ഇത് ചോദിക്കാൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ശരിയാണ്, അവർക്കൊരവകാശമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ആരാണത് യഥാർത്ഥത്തിൽ ഇവരോട് ചോദിക്കേണ്ടത്? അത് നമ്മളാണ് ചോദിക്കുന്നത്, അത് സമൂഹമാണ് അത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒപ്പിട്ടതിന് ശേഷം 6-7 മാസമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയല്ലേ, ആ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഇവർക്ക് പിൻവാങ്ങാം എന്ന് ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ ഇനി ഇവർക്ക് എന്താ ഇവർ പിൻവാങ്ങാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഒപ്പിടാതെയും എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട് പണം വാങ്ങിച്ചു, SSIയുടെ ഫണ്ടാണല്ലോ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ പണം കിട്ടാനായിട്ട് എളുപ്പ മാർഗം എന്ത്? കേസിന് പോകുന്നതല്ല. എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒപ്പിടുക എന്നിട്ട് നടപ്പാക്കാതിരിക്കുക. അതൊരു ഒരു പറ്റിപ്പാണ്, ഒരു തട്ടിപ്പാണ്. അത്തരം തട്ടിപ്പുകളാണ് ഭരണരംഗത്ത് നടത്താനായിട്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണുള്ള പ്രശ്നം. മറ്റൊരു കേസിന് പോയി മുരളീധരൻ പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രി പ്രതിപക്ഷത്തിരിക്കുമ്പം പറഞ്ഞതൊന്നും ഈ ഇരിക്കുമ്പം പറയാൻ പറ്റില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇതാണ് ശരി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പലതും പറയും, ഭരണപക്ഷത്ത് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. നിങ്ങളങ്ങ് കേട്ട് സഹിച്ചാൽ മതിയെന്ന് ജനങ്ങളോട്. നമ്മളൊരു കീഴ്വഴക്കം തന്നെ അങ്ങനെയാണല്ലോ മാഷി. എന്താണ് വിഴിഞ്ഞം പദ്ധതി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർത്തവരാണ് LDF. അവര് ഭരിക്കാൻ കയറിയപ്പം അത് നടപ്പിലാക്കുന്നവരായി മാറി, അതിന്റെ പിതൃത്വം തന്നെ ഏറ്റെടുക്കുന്നവരായി മാറി. ഇതാണ് പൊതു സ്വഭാവം. ഇവര് ജനങ്ങളെ പറ്റിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിന് എന്താ ഗുണം? കേരളത്തിന് ഒരു ഗുണമില്ലാത്തൊരു പദ്ധതിയാണ് ശരിക്കും. അത് രണ്ടുപേരും പറഞ്ഞാൽ കേരളത്തിന് വലിയ ഗുണമുണ്ട് എന്നാണ് പറഞ്ഞത്. ആകെ അതിൻ്റെ അകത്ത് ഗുണമുള്ളത് അദാനിക്ക് മാത്രമാണ്. അദാനി ആ ഗുണം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. 3000 കോടി രൂപ മുടക്കി 10,000 കോടി രൂപയുടെ ഷെയർ വിറ്റു. 10,000 കോടി കൊള്ളയടിച്ചു അവൻ ശരിക്കും പറഞ്ഞ്. ആകെ കിട്ടിയ ഗുണം അദാനിക്കാണ്, കേരളത്തിനല്ല. എന്നിട്ട് ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഗുണം മുഴുവൻ കേരളത്തിനാണ്. നമുക്ക് മനസ്സിലാവില്ല. അത് വികസനത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിഴിഞ്ഞം വികസനമാണെന്ന് വിളിക്കേണ്ട മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് നേരം തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതൊരു മുസ്ലിം ഭരണമല്ല ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം VD സർക്കാരിനുണ്ട്. കാരണം LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്ങനെയാണ്? ഇവർക്കെതിരെയുള്ള പ്രചരണങ്ങൾ എങ്ങനെയാണ് അഴിച്ചുവിട്ടത്? ആഭ്യന്തരം കൈകാര്യം ചെയ്യുക ജമാഅത്തിയാണ്, മുസ്ലിം ഭരണമായിരിക്കുമെന്ന് പറയുന്ന പച്ച വർഗീയത അഴിച്ചുവിട്ടുകൊണ്ടാണ് 35 സീറ്റിലേക്ക് പൊട്ടിത്തകർന്നു പോയത്. അപ്പോൾ ഇത് മുസ്ലിം ഭരണമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് UDFന്റെ കർത്തവ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില നടപടികളൊക്കെ ഒരുപക്ഷെ സ്വീകരിക്കുന്നുണ്ടാകാം. അത് മാത്രമല്ല, അതിനൊപ്പം കാശും കിട്ടണമല്ലേ? അത്ര വേണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് പണവും കിട്ടണം. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു അഭിപ്രായം എന്താണെന്ന് പറയാം, പക്ഷേ VD സതീശൻ യഥാർത്ഥത്തിൽ BJPയുടെ മൊനയൊടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ലീഗും സമസ്തയൊക്കെ കണ്ണടച്ചു കൊടുത്തിരിക്കുന്നു. കാരണം VD ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ മൊനയടിക്കാനാണ്. ഈവൻ VD സതീശൻ ഫ്രോഡാണ്, അയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് നടന്ന സംഘപരിവാറിലുള്ള ആളുകൾ പോലും ഇദ്ദേഹം വളരെ മികച്ച മുഖ്യമന്ത്രിയാണ്, സൂപ്പർ നിലപാടുകളാണ് എടുക്കുന്നതെന്ന് പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് പറയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി ചെയ്യാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾ മുഴുവനും BJPക്കാരെ കയറ്റിയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതും കൊള്ളാവുന്ന കാര്യമാണ്.